സർക്കാർ എല്ലാ കാര്യം കൃത്യമായി ആലോചിച്ച് ചെയ്യുന്നു, അത് ഉറപ്പാക്കുന്നു. ഇതിനിടയിൽ പ്രതിപക്ഷത്തോട് എന്ത് ആലോചിക്കണമെന്നാണ് ഈ ചർച്ചകളൊക്കെ വരുന്ന BJP നേതാക്കന്മാർ ചോദിക്കുന്നത്. അതായത് പ്രതിപക്ഷം അങ്ങനെ ഒരു യുണൈറ്റഡ് ഫ്രണ്ട് ഉണ്ടാക്കിയിട്ട് എന്ത് കാര്യമാണ് ചെയ്യുക ഈ സാഹചര്യത്തിൽ എന്നുള്ളൊരു ചോദ്യം അവർ ചോദിക്കുന്നു. യഥാർത്ഥത്തിൽ ഈ വിഷയത്തെ ഞാൻ ചില കോൺഗ്രസിന്റെ നേതാക്കന്മാരോട് പറഞ്ഞിരുന്നു, എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള രാജ്യസഭയിലെ സഹപ്രവർത്തകരോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരൊറ്റ പ്രാവശ്യം മാത്രമാണ്, അത് പാർലമെന്ററി നേതാക്കളുടെ മാത്രം യോഗമാണ് ഇന്ത്യ അലയൻസിൻ്റേതായിട്ട് ചേർന്നത്. അത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ശ്രീ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ അധ്യക്ഷതയിൽ വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നിരയിലെ നേതാക്കളുടെ യോഗം വിളിച്ചു ചേർത്തിരുന്നു. പക്ഷേ ഇതുപോലുള്ള വിഷയം വരുമ്പോൾ എന്തുകൊണ്ട് കോൺഗ്രസിന് ഒരു നേതൃത്വം നൽകിക്കൊണ്ട് പ്രതിപക്ഷ നേതാക്കളെ ആയിട്ട് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റില്ല? ഇന്നലെ വിദേശകാര്യ വകുപ്പിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗത്തിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാവ് അഭിഷേക് ബാനർജി അദ്ദേഹം പങ്കെടുത്തിരുന്നു. അദ്ദേഹവും ഞാനുമായിട്ട് സംസാരിച്ചപ്പോൾ ഈ വിഷയം ഞങ്ങൾ പരസ്പരം കൈമാറിയിരുന്നു. അതായത് ഇന്ത്യയിലെ മുഖ്യ പ്രതിപക്ഷമായിട്ടുള്ള കോൺഗ്രസ് പാർട്ടി ഇക്കാര്യത്തിൽ ഒരു ഏകോപനം നടത്തിയിരുന്നെങ്കിൽ ഒരുപാട് ആശയക്കുഴപ്പങ്ങൾ ഇല്ലാതാക്കാമായിരുന്നു. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിനെ കൃത്യമായ രീതിയിൽ ഇക്കാര്യത്തിൽ ബോധ്യപ്പെടുത്താനും കഴിയുമായിരുന്നു, ഒരു ഐക്യത്തോടെ നിന്നിരുന്നെങ്കിൽ. ഇപ്പോൾ ഐക്യത്തോടെ നിൽക്കാൻ പ്രതിപക്ഷ നിരയ്ക്ക് കഴിയാത്തതിൻ്റെ ഒരു വിഷമം കൂടി ഞാൻ ഇക്കാര്യത്തിൽ കാണുന്നു. ഇത് ഞാൻ കോൺഗ്രസ് നേതൃത്വത്തോട് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ DMKയിലെ നേതാവിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാവ് അഭിഷേക് ബാനർജിയോട് ഞാൻ പറഞ്ഞു. കേന്ദ്ര സർക്കാർ ഒരുപക്ഷെ ഇതിൽ ഒരു രാഷ്ട്രീയ ലാഭം കാണാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ പ്രതിപക്ഷ കക്ഷികളിൽ ഒരു അനൈക്യം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടാവും. അതൊന്നും ഞാൻ വിസ്മരിക്കുന്നില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ ഏതൊരു നിലപാടിലും ഏതൊരു തീരുമാനത്തിലും രാഷ്ട്രീയം കാണുന്ന ഒരു പ്രത്യേക സംസ്കാരമുള്ള പാർട്ടിയാണ് ഇന്ന് കേന്ദ്രം ഭരിക്കുന്നത്. പക്ഷേ നമ്മളും, അതായത് പ്രതിപക്ഷ കക്ഷികളും കുറേയും കൂടി ജാഗ്രതയോടെ പ്രവർത്തിക്കണമായിരുന്നു. ഇപ്പം ഞങ്ങളുടെ പാർട്ടിക്കാരും വിശദമായി ചർച്ച ചെയ്തൊരു തീരുമാനമെടുത്തു. അത് എല്ലാ പാർട്ടിയും ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാമായിരുന്നു. അതല്ലെങ്കിൽ അതിനു മുമ്പ് പ്രതിപക്ഷ പാർട്ടികൾക്കിടയിൽ ഒരു ഏകോപനം സാധ്യമാക്കാമായിരുന്നു. എന്തുകൊണ്ട് ചെയ്തില്ല? ആ ചോദ്യങ്ങളും പ്രസക്തമാണ്. ഞാനിപ്പോൾ ഇത് കേവലം CPMന്റെ പ്രതിനിധിയായിട്ടല്ല ഞാൻ പറയുന്നത്, ഒരു ദേശീയ രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിലാണ് ഞാൻ ഈ കാര്യം പറയുന്നത്.